കുന്നത്തുകാലിലെ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇവിടെ ഒരു 72 വയസ്സ് പ്രായമുള്ള ലീല എന്ന് പറയുന്ന ഒരു അമ്മുമ്മ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയതും അവർ ഈ റോഡിൽ ഈ റോഡിലാണ് കയറി വന്ന സമയത്ത് പെട്ടെന്നൊരു വാഹനം വരികയുണ്ടായി. ആ വാഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കവേ ഈ ഇവർ പണിത ഓടയ്ക്കകത്ത് തല കീഴായിട്ട് മറിഞ്ഞിട്ടുള്ള പിന്നെ വിഷ്വൽ അടക്കം ആ സാധനം കിട്ടിയിട്ടുണ്ട്. തല കീഴായിട്ട് വന്നിരിക്കുകയും തലയ്ക്ക് മുറിവേൽക്കുകയും ശരീര ആസകലം നല്ല രീതിയിൽ അടിപറ്റുകയും മുറിവേൽക്കുകയും ചെയ്തു. വലിയ വിഷയങ്ങളാണ് വന്നത്. ഈ ചില സ്ഥലങ്ങളിൽ മാത്രം ഓടയിൽ സ്ലാബിട്ട് പോവുകയും ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഓട സ്ലാബിടാതെ ഇങ്ങനെ പണി ചെയ്തു പോകുന്ന രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുന്നത്തുകാലിൽ നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്ന് വാഹനങ്ങൾ വന്നു കയറാറുണ്ട്. വെള്ളറുടെ നിന്നും പെരുങ്കടവള നിന്നും ധനുവച്ചൂരിൽ നിന്നും മഞ്ചവളത്തിൽ നിന്നൊക്കെ വാഹനങ്ങൾ വന്ന് കയറുന്ന ഒരു വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയാണ് കുന്നത്തുകാൽ. കൂടാതെ കാരക്കുളം മെഡിക്കൽ കോളേജിന് ആംബുലൻസ് അടക്കം ഇപ്പോൾ ഈ റോഡ് വഴി പോകുന്ന ആംബുലൻസ് അടക്കം പോകുന്ന സ്ഥലമാണ്. കാരക്കുളം സ്കൂൾ കുട്ടികൾ, പിന്നെ ഹൈസ്കൂളിലെ സ്കൂൾ കുട്ടികൾ, മണിമല സ്കൂൾ കുട്ടികൾ, ചിമ്മണ്ടി സ്കൂൾ കുട്ടി, അങ്ങനെ ഒരുപാട് സ്കൂൾ കുട്ടികൾ കാൽനടയാറ്റി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇതിനെതിരെ നമ്മൾ MLAക്ക് പരാതിയും നിവേദനവും കൊടുക്കുകയും ഗവൺമെൻറ്റിനെയും ഈ AEയെയും ഇവിടെ ചെയ്യുന്നവരൊക്കെ നമ്മൾ നിവേദനം കൊടുക്കുകയും ചെയ്തു. യാതൊരു കാരണവശാലും ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോകേണ്ട ഞാൻ റൂട്ട് മാറി പോകാൻ പറ്റാത്ത കാരണം എന്താണ്? കാരണം അവിടെ പൊടിപടലങ്ങളും രീതിയും ഇല്ല. വാഹനങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് 1 മണിക്കൂർ അവിടെ കാവൽ നിൽക്കണം. അത് ചുറ്റിക്കറങ്ങി അങ്ങ് പോയാൽ മതി. ചുറ്റിക്കറങ്ങി 1/2 കിലോമീറ്റർ പണി എങ്ങനെ സ്പീഡില്ലെന്നാണ് പണി ചെയ്യുന്നത്? പണി ഒന്നും സ്പീഡുമില്ല. എത്ര മാസമായി പണി തുടങ്ങിയിട്ട് ഒരു സ്പീഡും ഇല്ല. ആളുകളെ ബുദ്ധിമുട്ടിക്കാണ്. ആളുകളെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് ബുദ്ധിമുട്ട് തന്നെ. ഇനിയിപ്പം സഹിച്ചല്ലേ പറ്റും.